നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിധിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. ഇരിങ്ങാലക്കുടയിലും ചാലക്കുടിയിലും വാഹനങ്ങൾ തടഞ്ഞ സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. SSLC പരീക്ഷാഫലം മെയ് 15 പ്രഖ്യാപിക്കും. +2 VHSC ഫലം മെയ് 22. വൈദ്യുതി മുടക്കത്തിൽ വ്യാപക പ്രതിഷേധം. എരുമപ്പെട്ടി കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിൽ ജനങ്ങളുടെ പ്രതിഷേധം. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വ്യാപാരി നേതാവ് മരിച്ചു. തളിക്കുളം വ്യാപാരി വ്യവസായ ഏകോപന സമിതി അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രബോസാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. സാംസ്കാരിക കലാപരിപാടികൾക്ക് നാളെ തുടക്കമാകും. ദേശീയപാത കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണം പ്രഹസനമെന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയെ കാര്യമായി ബാധിച്ചില്ല. ജില്ലയിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. കടകമ്പോളങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജവും KPMS അടക്കമുള്ള സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊന്നും പിന്തുണ പ്രഖ്യാപിക്കാത്തതിനാൽ ഹർത്താൽ പൊതുജീവിതത്തെ ബാധിച്ചില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് അറിയിച്ചിരുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആഹ്വാനം. ഇരിങ്ങാലക്കുടയിൽ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. ബസ് സ്റ്റാൻഡിൽ KSRTC സ്വകാര്യ ബസ്സുകളാണ് തടഞ്ഞത്. ഇതോടെ ബസ് തടഞ്ഞ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ബസ് സർവീസുകൾ പുനഃസ്ഥാപിച്ചത്. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ കൂടുതൽ പോലീസുകാരെത്തി സുരക്ഷ ഉറപ്പാക്കി. ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം ബസ്സുകൾ സമരത്തെ അനുകൂലിച്ച് സർവീസ് നിർത്തിവച്ചിട്ടുണ്ട്. ഹർത്താലിൽ ചാലക്കുടിയിൽ യാത്രക്കാർ ദുരിതത്തിലായി. മാള, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ ബസ്സുകൾ തടഞ്ഞതിനാൽ ചാലക്കുടിയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ചു. രാവിലെ ആദ്യ ട്രിപ്പുകൾ ഓടിയ ബസ്സുകളെല്ലാം തിരിച്ചെത്തി സ്റ്റാൻഡിൽ നിർത്തിയിട്ടു. മേലൂർ റൂട്ടിലേക്ക് മാത്രമാണ് പിന്നീട് ബസ്സുകൾ സർവീസ് നടത്തിയത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർ ഏറെ നേരം നട്ടം തിരിഞ്ഞു. കോടശ്ശേരി കുറ്റിച്ചിറയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഏതാനും ഹർത്താൽ അനുകൂലികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടകമ്പോളങ്ങളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരളീയ പട്ടിക ജനസമാജം പ്രവർത്തകർ കയ്പമംഗലത്ത് പ്രകടനം നടത്തി. 3 പീടികയിലെന്ന് ആരംഭിച്ച പ്രകടനം 3 പീടിക ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി MS വിജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VP ജയൻ, ജില്ലാ സെക്രട്ടറി TG ശശി, AV ബാബു എന്നിവർ സംസാരിച്ചു. KK ഗിനീഷ്, ശൈലജ രാമകൃഷ്ണൻ, NV സതീശൻ, KM ബാബു, അമ്പിളി കോഴിത്തുമ്പ് എന്നിവർ നേതൃത്വം നൽകി. ഹർത്താൽ അനുകൂലികൾ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ആക്ഷൻ കൌൺസിൽ ഏരിയ കൺവീനർ KK സുരേഷ്, ജില്ലാ ജോയിന്റ് കൺവീനർമാരായ NV രമേഷ് കുമാർ, MA ഗഫൂർ പ്രസാദ്, റിനീഷ് വലപ്പാട്, TV മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഹർത്താലിന്റെ ഭാഗമായി കൈരളി പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര നടത്തി. താലൂക്ക് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, MR സിദ്ധാർത്ഥൻ, ഗോകുൽ, രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രതാപൻ, രഞ്ജിത്ത്, സദൻ ചാപ്പാറ, പൊന്നൻ, ഷർമിള സുമേഷ്, മണി തേർപ്പുരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഹർത്താൽ ചാവക്കാട് മേഖലയെ ബാധിച്ചില്ല. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. വാഹന ഗതാഗതം സാധാരണ നിലയിലായിരുന്നു. ബസ് സർവീസുകൾ നടത്തി. ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചു.
SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കും. +2 VHSC ഫലം മെയ് 22-നും പ്രഖ്യാപിക്കും. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SSLC ഫലത്തിനായി കാത്തിരിക്കുന്നത്. 72 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. 2000-ഓളം അധ്യാപകരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. തുടർ മൂല്യനിർണ്ണയത്തിനു ശേഷം മെയ് അവസാനത്തോടെ അതിന്റെ ഫലവും പ്രഖ്യാപിക്കും. എരുമപ്പെട്ടിയിലെ KECB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രി ജനങ്ങളുടെ പ്രതിഷേധം. മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ 100 കണക്കിന് ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചത്. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഉപഭോക്താക്കളാണ് കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിലെത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധം ചൊവ്വാഴ്ച പുലർച്ചെ 4 വരെ നീണ്ടു. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുമായി സ്ത്രീകളും വൈദ്യുതി ഓഫീസിലെത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KECB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറണ്ടില്ലാതെ വലഞ്ഞ വിവിധ പ്രദേശങ്ങളിലുള്ളവർ നേരിട്ട് ഓഫീസിലെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് ഇടയാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയിലും നിരന്തരം വൈദ്യുതി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. ഇതുമൂലം കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ടിലാണ്. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കുവാനും മറ്റും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും രാത്രിയിൽ 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. അതേസമയം പവർ കട്ട് ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ചെറിയ തകരാറാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV എരുമപ്പെട്ടി. അറിയിപ്പ് നൽകാതെ വൈദ്യുതി കളഞ്ഞ് ജനങ്ങളെ വലയ്ക്കുന്ന KECBയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര KECB ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മണ്ഡലം പ്രസിഡന്റുമാരായ സുരേഷ് കലാമണ്ഡലം, AU അബ്ദുറഹ്മാൻ, NT ബിപിൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൂരജ്, വരുൺ, ഹുസൈൻ, നികേഷ്, അജിത് എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾ പറഞ്ഞ് 10:50 to 11:20 ഇപ്പൊ 10 മണിക്ക് കറണ്ട് പോയിരിക്കണം. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം. KECB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് ടൈമിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും നിർദ്ദേശം. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത് ഇന്നാണ്. വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് പീക്ക് ടൈമിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായി വ്യാപാരി നേതാവ് മരിച്ചു. തളിക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഏങ്ങൂര് ചന്ദ്രബോസാണ് മരിച്ചത്. 55 വയസ്സ്. ഗണേശമംഗലം സി പോൾ ബാറിനടുത്തുവച്ചായിരുന്നു അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും പാവറട്ടിയിലേക്ക് ഡോക്ടറെ കാണാൻ പോവുകയായിരുന്ന ചന്ദ്രബോസ് സഞ്ചരിച്ച ബൈക്കിന്റെ ഹാൻഡിലിൽ അതേ ദിശയിൽ വന്ന ടോറസ് ലോറി തട്ടിയതിനെ തുടർന്ന് ചന്ദ്രബോസ് ലോറിയുടെ അടിയിലേക്ക് മറിഞ്ഞു വീഴുകയും ലോറിയുടെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരണപ്പെടുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് ഹൈവേയിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. രാത്രി 7:30 ആചാര്യവരണത്തിനു ശേഷം 8:10 8:40 മധ്യയാണ് കൊടിയേറ്റം. തന്ത്രി നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. കൊടിയേറ്റിന് മുന്നോടിയായി രാവിലെ ബ്രഹ്മകലശ പൂജ, പരികലശ പൂജ, കുംഭേശ കലശ പൂജ, എതിർത്തൃപൂജ, ഉച്ചപൂജ, ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടന്നു. കൊടിയേറ്റത്തിനു ശേഷം കൂടൽമാണിക്യം കൂത്തമ്പലത്തിൽ മിഴാവ് മെച്ചപ്പെടുത്തൽ, സൂത്രധാരക്കൂത്ത്, നങ്ങ്യാർകൂത്ത് എന്നിവ നടക്കും. അമ്മന്നൂർ കുടുംബത്തിലെ കാരണവരായ അമ്മന്നൂർ കുട്ടൻ ചാക്യാരാണ് തലയിൽ കെട്ടി കൂത്ത് കഴിക്കുക. രാത്രി 9:30 കൂടൽമാണിക്യം കിഴക്കേ നടപ്പുറയിൽ മൃദംഗമേള നടക്കും. നാളെയാണ് കൊടിപ്പുറത്ത് വിളക്ക്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 ശീവേലിയും രാത്രി 9:30 വിളക്കെഴുന്നള്ളിപ്പും നടക്കും. ബുധനാഴ്ച രാത്രി 7 പുറത്തെ പന്തലിൽ സാംസ്കാരിക സമ്മേളനത്തോടെ കലാപരിപാടികൾ ആരംഭിക്കും.
കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചമയ പ്രദർശനം ആരംഭിച്ചു. കോട്ടിലാക്കൽ പറമ്പിലെ പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് ചമയ പ്രദർശനം നടക്കുന്നത്. തിടമ്പേറ്റുന്ന ആനയ്ക്കും ഇടതും വലതും നിൽക്കുന്ന ഗജവീരന്മാർക്കും തങ്കത്തിൽ തീർത്ത നെറ്റിപ്പട്ടവും മറ്റാനകൾക്ക് വെള്ളിയിൽ തീർത്ത നെറ്റിപ്പട്ടവും അണിയിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. കൂടാതെ കുടകളുടെ അരികും തങ്കത്തിലും വെള്ളിയിലുമാണ് അലങ്കരിച്ചിരിക്കുന്നത്. ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാധേഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയപാത 66 നടപ്പാത നിർമ്മാണം പ്രഹസനമായി മാറുകയാണെന്ന് ആക്ഷേപം. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സർവീസ് റോഡിനോട് ചേർന്ന് സിമന്റ് കട്ട പാകി നിർമ്മിക്കുന്ന നടപ്പാതയെക്കുറിച്ചാണ് ആക്ഷേപമുയരുന്നത്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നടപ്പാത നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണ്ണ് നിരപ്പാക്കാതെയും വൈബ്രേറ്റർ ഉപയോഗിക്കാതെയുമാണ് നിർമ്മാണം. സിമന്റ് കട്ട നിരത്തുന്നതിന് മുൻപ് ബേബി മെറ്റലോ GSBയോ ഇടുന്ന പതിവും ഇവിടെ പാലിക്കുന്നില്ല. വെറും മണ്ണിൽ സിമന്റ് കട്ടകൾ നിരത്തിവയ്ക്കുക മാത്രമാണിപ്പോൾ നടക്കുന്നത്. പരാതി ഉയർന്നതിനെ തുടർന്ന് ഒരു വൈബ്രേറ്റർ മെഷീൻ കൊണ്ടുവന്നതൊഴിച്ചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. ഇവർ ചെയ്യുന്നത് കുറച്ച് വേസ്റ്റ് മണ്ണിട്ടിട്ട് പൂഴി മണ്ണ് ഇവിടെ കാണുന്ന സാധാരണ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ നിരത്തി വെച്ച് പോവുകയാണ്. എങ്ങനെയോ വെറുതെ വിരിച്ചങ്ങോട്ട് ഓടി പോവുകയാണ്. ഇത് വളരെ മോശമാണ്. ഇത് ജനങ്ങളുടെ നികുതി പണമാണിത്. ഇത് എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ, ഈ ഇതിലൂടെ കാണുന്ന അധികാരികൾ എത്രയും പെട്ടെന്ന് വന്ന് ഇത് നേരിൽ വന്ന് കാണണം. ചെറിയൊരു മഴ പെയ്താൽ പോലും മണ്ണൊഴുകിപ്പോയി നടപ്പാത തകരുന്ന സ്ഥിതിയാണുള്ളത്. ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ദേശീയപാതയുടെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് റോഡിന്റെ നിലവാരം പോലും ഇല്ലെന്നതാണ് വസ്തുത. നിർമ്മാണത്തെക്കുറിച്ച് പരാതി പറയാൻ ഒരു ഉദ്യോഗസ്ഥനെ പോലും കണ്ടുകിട്ടാനില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതര സംസ്ഥാനക്കാരായ കരാർ കമ്പനി തൊഴിലാളികളോട് ആശയവിനിമയം നടത്തുന്നത് എളുപ്പമല്ലാത്തതിനാൽ ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ കാട്ടിലെ തടി തേവരുടെ ആന എന്ന രീതിയിലാണ് ദേശീയപാതയിലെ പല നിർമ്മാണങ്ങളും നടക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ഭാഗത്ത് സർവീസ് റോഡിൽ ഇടയ്ക്കിടെ സ്ലാബുകൾ തകരുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ഗോകുലം ഹോട്ടലിന്റെ മുൻവശത്തോട് ചേർന്നാണ് 2 ദിവസം മുൻപ് സ്ലാബ് തകർന്നത്. ഇതിനു മുൻപ് ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ നിരവധി തവണയാണ് സ്ലാബ് തകർന്നത്. ഇരുചക്ര വാഹനങ്ങളടക്കം പോകുന്ന വഴിയിൽ സ്ലാബുകൾ തകരുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. സർവീസ് റോഡുകളിൽ സ്ലാബ് തകരുന്നതിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി ഇടപെടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഇടവേള. Discover is love right go there. La crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തകൾ തുടരുന്നു. ചേലക്കര തോട്ടുപാലം സ്വദേശി അൻസാർ അലിയുടെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയായ സഹോദരൻ അൻവർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് അൻസാർ അലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അൻസാറിന്റെ തലയിലേറ്റ ഗുരുതരമായ മുറിവാണ് മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതോടെയാണ് സംശയനിഴലിലായിരുന്ന സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കിടയിലുണ്ടായ തർക്കമാണ് വലിയ ക്രൂരകൃത്യത്തിൽ കലാശിച്ചത്. പുലർച്ചെ വീട്ടിലുണ്ടായ തർക്കത്തിന് പിന്നാലെ അൻസർ കൊല്ലപ്പെട്ടതായും തുടർന്ന് പ്രതി വീട് പുറത്തുനിന്ന് പൂട്ടി കടന്നു കളഞ്ഞതായും പോലീസ് കരുതുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന അൻവറിനെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം സമ്മതിച്ചത്. കൊണ്ടാഴി മേലെമുറി പാറേക്കുടി വനാതിർത്തിയിൽ പുലിയെ കണ്ടെന്ന അഭ്യൂഹം പരിഭ്രാന്തി പരത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പ്രദേശവാസിയായ വിപിനും കുടുംബവും പുലിയെന്ന് തോന്നിക്കുന്ന ജീവി നടന്നുപോകുന്നതായി കണ്ടത്. ഇതോടെ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മായന്നൂർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കാട്ടുപൂച്ചയുടെയും മാനിന്റെയും കാൽപ്പാടുകൾ കണ്ടെത്തി. ഇതോടെയാണ് ഭീതി അകന്നത്. അതേസമയം പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അറിയിച്ചു.
കാട്ടകമ്പാൽ പൂരം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിനു നേരെ ആക്രമണം. 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന എടപ്പാൾ സ്വദേശി സുബീഷ്, ഭാര്യ ബിൻസി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാമപുരം സ്വദേശികളായ ആദർശ്, റിതുൽ, സൂരജ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച രാത്രി 9 രാമപുരം ഡിസ്പെൻസറിക്ക് സമീപം വച്ചായിരുന്നു സംഭവം. രാമപുരത്തുള്ള അമ്മാവന്റെ വീട്ടിൽ പൂരം കാണാൻ എത്തിയതായിരുന്നു സുബീഷും കുടുംബവും. സുബീഷിന്റെ മാമന്റെ മകൻ പ്രണവും പ്രതികളും ഒരേ ക്ലബ്ബിലെ അംഗങ്ങളാണ്. പൂരത്തിനിടെ പ്രതികൾ മറ്റൊരു കമ്മിറ്റി അംഗങ്ങളുമായി വാക്കുതർക്കത്തിലാവുകയും ഉന്തും തള്ളിലും ഏർപ്പെട്ടിരുന്നു. ഇതിനെ പ്രണവ് ചോദ്യം ചെയ്തതോടെ പ്രതികൾ പ്രണവുമായി തർക്കത്തിലായി. ബന്ധുവായ സുബീഷ് വിഷയത്തിൽ ഇടപെട്ടു, തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനുള്ള വിരോധം വച്ചാണ് പ്രതികൾ സുബീഷിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ആക്രമണത്തിൽ സുബീഷിന്റെ കണ്ണിന് പരിക്കേറ്റ് സുബീഷും ഭാര്യ ബിൻസിയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവല്ലോമല പോലീസ് ഔട്ട് പോസ്റ്റിനു സമീപം മരക്കൊമ്പ് പൊട്ടിവീണ് ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു. ഇതേ തുടർന്ന് തിരുവല്ലോമല ഒറ്റപ്പാലം പ്രധാന പാതയിൽ ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരക്കൊമ്പ് മുറിച്ചു മാറ്റിയത്. ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് 12:45 കാട്ടുങ്ങച്ചിറയിലെ സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായത്. വരാന്തയിൽ സ്ഥാപിച്ചിരുന്ന മീറ്റർ ബോക്സിനോട് ചേർന്നുള്ള സർവീസ് വയറിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വയറിങ്ങും മീറ്റർ ബോക്സും മറ്റും കത്തിനശിച്ചു. കനത്ത പുകയാണ് സ്റ്റേഷനകത്ത് ഉയർന്നത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെ ഫയർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള CCTVകളുടെ കൺട്രോൾ യൂണിറ്റും സ്റ്റേഷനിലെ ഫയർ റൂം എല്ലാം പ്രവർത്തിക്കുന്നത് ഇതിന് തൊട്ടടുത്താണ്. അവിടേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. കടലിലെ അത്ഭുത ജീവി എന്നറിയപ്പെടുന്ന കടൽ കുതിരയെ കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്ത് നിന്ന് കണ്ടെത്തി. പെരിഞ്ഞനം സ്വദേശി കോച്ചാട്ട് രാകേഷാണ് പ്രഭാത സവാരിക്കിടെ കടപ്പുറത്തടിഞ്ഞ നിലയിൽ കടൽ കുതിരയെ കണ്ടത്. ഉടൻ തന്നെ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ച് കടൽ കുതിരയെ സംരക്ഷിക്കുകയും വന്യജീവി സംരക്ഷകനായ പെരിഞ്ഞനം സ്വദേശി ശ്രീജിത്ത് ഗംഗാധരനെത്തി ആറാട്ടുകടവ് കടലിൽ കടൽ കുതിരയെ ഒഴുക്കിവിടുകയും ചെയ്തു. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽ കുതിരയെ കാണാറുള്ളതെന്ന് പറയുന്നു. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് 3 മുതൽ 10 വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കൽപ്പകശ്ശേരി വേണു മൂസത് യജ്ഞാചാര്യനും ശങ്കരനാരായണൻ നമ്പൂതിരി, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമാകും. ക്ഷേത്രം ഭാരവാഹികളായ പി പ്രഭാകരൻ, ജയകുമാർ പൊലിയേടത്ത്, പി ഭാസ്കരൻ, എം വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുറ്റുമുക്ക് ശിവരഞ്ജിനി ബാലാജി കലാഭവൻ ഡാൻസ് തിയേറ്റർ സ്കൂളിന്റെ 24ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കതിവന്നൂർ വീരന്റെ കഥയ്ക്ക് പടവാളി എന്ന പേരിൽ വേറിട്ട രംഗഭാഷ്യം ഒരുങ്ങുന്നു. ഈ മാസം 30 വൈകിട്ട് തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് പടവാളി അരങ്ങേറുക. തെയ്യത്തെ ആസ്പദമാക്കി സ്ത്രീകൾ മാത്രം അണിനിരക്കുന്ന ഈ തിയേറ്റർ ആവിഷ്കാരത്തിൽ 80ഓളം പേർ പങ്കെടുക്കും. പടവാളിയുടെ രചന, സംഗീതം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് മിഥുൻ മലയാളമാണ്. സാംസ്കാരിക പ്രവർത്തകനും നിർമ്മാതാവുമായ രാജീവ് മേനോൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ശിവരഞ്ജിനി ബാലാജി കലാഭവൻ ഡാൻസ് തിയേറ്റർ സ്കൂൾ പ്രസിഡന്റ് RLV കവിത, മിഥുൻ മലയാളം, ഹിമ സച്ചിദാനന്ദൻ, വിനീത മനമേൽ, കെ സന്ധ്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ തിരുവല്ലോമല റോഡ് അരികുകൾ മാലിന്യ കൂമ്പാരമാകുന്നു. റോഡ് അരികുകളിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം വലിച്ചെറിയുകയാണ്. ആൾത്താമസമില്ലാത്ത പ്രദേശങ്ങൾ നോക്കിയാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ചീരക്കുഴി ജലസേചന പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് സമീപമുള്ള റോഡ് മാലിന്യം കുന്നുകൂടിയ നിലയിലാണ്. എന്നാൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വടക്കേത്തറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം വരെ റോഡിന് സമീപം ജനതാമസമില്ലാത്തതിനാൽ രാപ്പകൽ ഭേദമില്ലാതെയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയായ മീഡിയ എന്റർടൈൻമെന്റ് സ്കിൽ കൌൺസിലിന്റെ അംഗീകാരത്തോടെ തൃശൂർ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷത്തെ സിനിമോട്ടോഗ്രാഫി, ഫിലിം ഡയറക്ഷൻ ഡിപ്ലോമ കോഴ്സുകൾ ജൂണിൽ ആരംഭിക്കുമെന്ന് ചേതന ഡയറക്ടർ ഫാദർ ബെന്നി ബെനഡിക്റ്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഫീസ് ഇളവ് നൽകും. പ്രവേശന പരീക്ഷയിൽ ആദ്യ 3 റാങ്കുകൾ നേടിയവർക്ക് മെറിറ്റ് സ്കോളർഷിപ്പ്, ആവശ്യമായവർക്ക് ബാങ്ക് ലോൺ എന്നിവ ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ നൌഷാദ്, ജോസ് ജയരാജ്, മിഥുൻ പെന്നി എന്നിവരും പങ്കെടുത്തു. വേനൽ അവധിക്കാലം അറിവിന്റെയും വിനോദത്തിന്റെയും ആക്കുന്നതിനു വേണ്ടി കുട്ടികൾക്കായി വിളക്കാട് പാടത്ത് സൗജന്യ ഡ്രോൺ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ജനകീയ ചലച്ചിത്രവേദി, ദേവസൂര്യ കലാവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനകീയ ചലച്ചിത്രവേദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിശീലകൻ വിപിൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഡ്രോണുകളുടെ പ്രവർത്തന രീതി, നിയന്ത്രണ സംവിധാനങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും യോഗം ചേർന്നു. പഞ്ചായത്തിൽ വകയിരുത്തിയ തുക അപര്യാപ്തമായ സാഹചര്യത്തിൽ 5 ലക്ഷം രൂപ അധികമായി കണ്ടെത്തിയാൽ മാത്രമേ അടുത്ത 1 മാസത്തോളം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയൂവെന്ന് ഭരണസമിതി അറിയിച്ചു. കനത്ത ചൂടും മലയോര മേഖലയിൽ ഭൂവിസ്തൃതി കൂടിയ പഞ്ചായത്തുമായതിനാലാണ് തുക അപര്യാപ്തമായത്. കളക്ടറെ കണ്ട് പ്രശ്നം അവതരിപ്പിക്കാനും നേതാക്കളുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ പ്രാദേശികമായി ധനസമാഹരണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുരം, പി ഗോപാലകൃഷ്ണൻ, സന്തോഷ് തണ്ടാശ്ശേരി, ബെന്നി ചാക്കപ്പൻ, രാജ്കുമാർ കടുന്തയിൽ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിധിൻ രാജന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. ഇരിങ്ങാലക്കുടയിലും ചാലക്കുടിയിലും വാഹനങ്ങൾ തടഞ്ഞ സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കും. +2 VHSC ഫലം മെയ് 22-ന്. വൈദ്യുതി മുടക്കത്തിൽ വ്യാപക പ്രതിഷേധം. എരുമപ്പെട്ടി കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിൽ ജനങ്ങളുടെ പ്രതിഷേധം. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വ്യാപാരി നേതാവ് മരിച്ചു. തളിക്കുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രബോസാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. സാംസ്കാരിക കലാപരിപാടികൾക്ക് നാളെ തുടക്കമാകും. ദേശീയപാത കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണം പ്രഹസനമെന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ.